നിഹാര എന്താ നിഹാര രാജേഷ് ആ പറഞ്ഞോ. ഏഴാമത്തെ എട്ടാമത്തെ ലാസ്റ്റത്തെ എനിക്ക് കിട്ടിയിട്ടില്ല. ഏഴാമത്തെ എട്ടാമത്തെ കാണുന്നില്ലായിരുന്നു. ഇപ്പൊ ഞാൻ എഴുതി കാണിക്കാവേ. ക്ലാസ് കട്ടായി പോയി. എഴുതരാം. Write again. So once again I will write here. The cake taste good റിലു മാത്രമേ ഉള്ളൂ നമുക്ക് ക്ലാസ്സിൽ. Because ക്ലാസ്സിലാകെ 8 കുട്ടികളേ ഉള്ളൂ. eight
It was going to rain. So first. Okay, next. Page number 46. Page number 46, fill in the let us listen. Listen to your teacher, read out some sentences from the story and fill in the blanks. The crocodile is offered jamuns by a monkey. Here, the crocodile is offered jamuns by a monkey. Jamuns. Jamuns. Two, the crocodile wife says that only a monkey's heart can cure her sickness. Next, the crocodile invited the monkey for dinner. Okay. Here, next, let us speak. Who do you think played a bigger trick on the other, the crocodile or monkey? ആരാണ് കൂടുതൽ ട്രിക്ക് ഇതാക്കിയത്? ഡിസ്കസ് യുവർ പാർട്ട്ണർ. അത് നിങ്ങൾ ഡിസ്കസ്. ലെറ്റ് us write. Find out our national bird. Which is our national bird? Tiger. ഇപ്പൊ എന്ത് ചെയ്യണം? ടൈഗറിനെ കുറിച്ചൊക്കെ ഒരു 5 സെന്റൻസ് എഴുതണം. ഓക്കെ. It is a pride animal. Tiger is our national animal. Next, which is our national bird? Peacock. Peacock is our national. 5 sentences. Any 5 sentences you write about this animal and bird. Okay. No. Lesson 11. The wise stranger. The wise stranger. Ten men from the city of Gotham once went on a long journey.
ഗോതം എന്ന് പറഞ്ഞ സിറ്റിയിൽ നിന്ന് ഒരു 10 പേര് കൂടി ഒരു ലോങ് ജേർണിക്ക് പോയി. They traveled far and wide. ഒത്തിരി ദൂരം സഞ്ചരിച്ചു. They climbed mountains, crossed rivers and made their way through wild forest. അവരെതിരെയൊക്കെ സഞ്ചരിച്ചു. They climbed mountains, rivers and forest also. After a long and tiring day, one man said, കുറേ സഞ്ചരിച്ചതിന് ശേഷം ഒരു ദിവസത്തെ വലിയൊരു നീണ്ട ദിവസത്തിന് ശേഷം അവർ ഭയങ്കരമായിട്ട് ടയേർഡായി. കുറേ ദിവസങ്ങളായില്ലേ. I am very hungry. I am very hungry. Very എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ക്ഷീണിതനാണ്. And hungry, വിശക്കുന്നു. We need a break. നമ്മളിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നടക്കാൻ പാടില്ല. നമുക്കൊരു ബ്രേക്ക് എടുക്കാം. അതായത് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാം. Let us sit by this river and have lunch. നമ്മൾക്ക് ആ നദിയുടെ അടുത്തിരുന്ന് ലഞ്ച് കഴിക്കാം. His friends agreed. His friends also agreed. എത്ര പേരാണ് ജേർണിക്ക് പോയത്? 10 പേര് കേട്ടോ. So they spread a sheet of cloth on the ground and sat cross-legged in a circle. എല്ലാവരും വട്ടത്തില് കാലൊക്കെ മടക്കി, അതായത് ക്രോസ് ലെഗ്ഡ് എന്ന് പറഞ്ഞാൽ ചമ്പരം പടിഞ്ഞിരുന്നു. They enjoyed the tasty and hearty meal that they had packed. അവര് കൊണ്ടുവന്ന ഭക്ഷണം അവർ നന്നായിട്ട് വിശക്കുമ്പോ ഏത് ഭക്ഷണത്തിനും നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലെ. അതുപോലെ അവര് കുറെ നടന്ന് ക്ഷീണിതരായിരുന്നു. അതുകൊണ്ട് അവരുടെ ഭക്ഷണമൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് അവർക്ക് തോന്നി. After a good lunch, they wanted to get up to wash in the river. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അവരെന്ത് ചെയ്തു? കൈ കഴുകാനൊക്കെ ആയിട്ട് റിവറിലേക്ക്. Just then one man shrieked. Shrieked പറഞ്ഞ് പേടിച്ച് ഒച്ച വെച്ചു. ഒരു കൈ കഴുകാൻ വേണ്ടി നദിയിലേക്ക് പോയപ്പോഴത്തേക്ക് ഒരാള്, അതില് 10 പേരിൽ ഒരാള് പെട്ടെന്ന് പേടിച്ച് ബഹളം വെച്ചു. Just then one man shrieked, which is my leg? ഏതാണ് എന്റെ കാല്? All the men were sitting cross-legged and they were not sure which leg belonged to which one of them. എല്ലാവരും കാല് മടക്കിയിരിക്കുവല്ലായിരുന്നോ? അപ്പൊ അവർക്ക് അറിയത്തില്ല ഏതാ കാലെന്ന് മനസ്സിലായില്ല. How do we get up if we don't know which leg belongs to which one of us? അപ്പൊ അവര് ചോദിച്ചു, നമ്മളെങ്ങനെ ഇവിടുന്ന് എഴുന്നേക്കുന്നത്? നമ്മുടെ ഏത് കാലം നമ്മളുടേതെന്ന് അറിയത്തില്ല, നമ്മളെങ്ങനെ എഴുന്നേക്കുന്നത്? Asked one man. They were all puzzled and upset. എല്ലാവർക്കും ഭയങ്കര വിഷമായി. എങ്ങനെയാ എല്ലാവരും കാലിങ്ങനെ ക്രോസ് ലെഗ്ഡ് ആയിട്ട് ഇരിക്കുവല്ലായിരുന്നോ? ഏത് കാല് ഏതിൽ അറിയില്ല. Just then a traveler came by. അപ്പൊ അത് വഴി ഒരു യാത്രക്കാരൻ വന്നു. Seeing their worried faces, എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുക. എന്താ വിഷമിച്ചിരിക്കുന്നത്? How do we get up if we don't know which leg belongs to which one of us? Just then a traveler came by. Seeing their worried faces, he stopped and asked them, "What's wrong? Can I help you?" ഞാൻ നിങ്ങളെ സഹായിക്കണോ? One of the men said, "Yes, kind sir. We don't know which leg belongs to which one of us. Can you help us if I find our legs?" കണ്ടോ അവരെങ്ങനെ? പിക്ചർ കണ്ടോ? നെക്സ്റ്റ് പേജ് നമ്പർ 48. അവരെങ്ങനെ ഇരിക്കുന്നേ? The traveler was very surprised at their foolishness. ആരെങ്കിലും ചപ്പരം പടിഞ്ഞിരുന്ന അടുത്തടുത്തിരുന്നിട്ടുണ്ടെ കാല് മാറി പോവോ? ഇല്ല. പക്ഷെ ഇവരെന്തായിരുന്നു? ഈ 10 പേര് ഫൂളിഷ് ആയിരുന്നു. അവര് വിഡ്ഢികളായിരുന്നു. അതുകൊണ്ടാണ് അവർ പറയുന്നത്, അയ്യോ എന്റെ കാല് ഏത് കാലാണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. The traveler was very surprised at their foolishness. He told them, "Why don't you just get up?" ട്രാവലർ എന്ന് പറഞ്ഞു, നിങ്ങള് ഇങ്ങനെ ഇരിക്കാതെ എഴുന്നേക്ക് എല്ലാവരും. You will then know which legs are yours. നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ മനസ്സിലാവും നിങ്ങളുടെ കാലിൽ ഏതാ, നിങ്ങളുടെ കാലേതാണ്. One man said, അപ്പൊ ഒരാൾ പറഞ്ഞു, "No sir, no, oh no sir,
You don't understand. How can we get up without knowing which are our legs? അപ്പൊ ഒരു foolishman ചോദിച്ചു, നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞങ്ങളുടെ പ്രശ്നം? ഞങ്ങൾ എങ്ങനെ എഴുന്നേക്കും അല്ലേ? എങ്ങനെ എഴുന്നേക്കും ഞങ്ങളുടെ കാല് ഏതാണെന്ന് അറിയത്തില്ലാതെ. The traveler told them, I know what to do. Traveler അവരോട് എനിക്കറിയാം എന്താ ചെയ്യുന്നത്. I shall hit each of these legs with a cane. Cane എന്ന് പറഞ്ഞാൽ വടി. നല്ലൊരു വടി എടുത്തിട്ട് ഞാൻ നിങ്ങളുടെ ഓരോ കാലിനോട്ടും അടിക്കാം. അപ്പൊ ആർക്കാ വേദന എടുക്കുന്നതെങ്കിൽ ആ കാൽ ആദ്യതായിരിക്കും, അവരുടേതായിരിക്കും അല്ലേ? So I know what to do. Look, I shall hit each of these legs with a cane. Whoever feels the pain will know that the leg belongs to him. വിഡ്ഢികളല്ലേ? വേദന എടുക്കുമല്ലേ എല്ലാവർക്കും അല്ലേ? So saying, he began to hit each leg with his cane. The man who yelled എന്ന് പറഞ്ഞാൽ shouted in pain. നല്ല അടി അടിക്കുന്ന നേരത്തേക്ക് എന്താ അയ്യോ എന്നും പറഞ്ഞ് കരയല്ലേ? നല്ലൊരു അടി കിട്ടിയാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും? അയ്യോ എന്നും പറഞ്ഞ് കരയില്ലേ? അതുപോലെ ഓരോരുത്തരും കാലിനോട്ട് അടിച്ചപ്പോഴത്തേക്കും അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. So they began to hit each leg with his cane. The man who yelled in pain knew that the aching leg, aching എന്ന് പറഞ്ഞാൽ എന്താ? വേദനയുള്ള leg belonged to him. The 10 fools, actually അവര് fools അല്ലേ? 10 പേരും. The 10 fools of Godam were very happy to have found their legs. They thanked the traveler and praised his wisdom. അവരെല്ലാം എന്ത് പറഞ്ഞു? ഓ, ട്രാവലർ ഭയങ്കര വൈസ് മാൻ ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് നമുക്ക് നമ്മുടെ കാലുകൾ, സ്വന്തം കാലുകൾ തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞ് അവര് ട്രാവലറിനെ പ്രൈസ് ചെയ്തു. ഓക്കെ, that is the story of the wise stranger. നെക്സ്റ്റ് ഗ്രാമർ ആണ്. ഗ്രാമർ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. എല്ലാവരും ആ നോട്ട്സ് കംപ്ലീറ്റ് ആക്കിയായിരുന്നോ? യെസ്. ഓക്കെ, നോട്ട്സ് കംപ്ലീറ്റ് ആക്കാത്തവർ വേഗം ഒന്ന് കംപ്ലീറ്റ് ആക്കിക്കേ. വേഗം കംപ്ലീറ്റ് ആക്കണേ. ഈ 7ഉം 8ഉം കുറെ പേര് എഴുതിയില്ലായിരുന്നല്ലോ, വേഗം കംപ്ലീറ്റ് ചെയ്ത്. ഞാൻ എഴുതി കഴിഞ്ഞതാ. ആണോ? കഴിഞ്ഞവര് കുഴപ്പമില്ല, കഴിയാത്തവരൊന്ന് വേഗം എഴുതണേ. ഞാൻ കഴിഞ്ഞത് ആ, എഴുതി കഴിഞ്ഞു. എല്ലാവരും എഴുതി കഴിഞ്ഞോ? എഴുതി കഴിയാത്തവരുണ്ടെങ്കിൽ വേഗം എഴുതണേ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഗ്രാമർ പഠിക്കാം അല്ലേ? യെസ്. ഗ്രാമർ എടുത്തു. ഗ്രാമർ കഴിഞ്ഞതാണോ? മനസ്സിൽ എത്ര എല്ലാ പേജും? പേജ് നമ്പർ 52 വരെ 53 വരെ കംപ്ലീറ്റ് ആക്കി. 50 വരെ എടുത്തുള്ളൂ. 50 വരെയാ? 51 തൊട്ട് കാണിച്ച് 50 ലാസ്റ്റ് പേജ് നമ്പർ 50 കാണിച്ചു ഒന്ന് ജൂലിയറ്റ്. 50 കംപ്ലീറ്റ് ചെയ്തല്ലേ? 51 കംപ്ലീറ്റ് ആക്കിയായിരുന്നോ? ഇല്ല, എഴുതിയിട്ടില്ലല്ലേ?
ഓക്കെ. അപ്പൊ ഒരു പേജും കൂടെ ഉള്ളു അല്ലേ? നമുക്ക് 2 പേജ് അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. പാഠം മൊത്തം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു, പാഠം മൊത്തം കഴിഞ്ഞു. നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. എക്സാം ഈ മാസം അടുത്ത ഏപ്രിൽ ലാസ്റ്റ് വീക്ക് ഉണ്ടായിരിക്കുന്നതാണ് തോന്നുന്നു. നമുക്ക് റിവിഷൻ ഒക്കെ ചെയ്യാൻ ഒത്തിരി സമയമുണ്ടല്ലേ? പിന്നെ എല്ലാവരും നോട്ട്സ് കംപ്ലീറ്റ് ആക്കിയായിരുന്നോ? ആരൊക്കെ നോട്ട്സ് കംപ്ലീറ്റ് ആക്കാൻ? എഡ്വിനെ കംപ്ലീറ്റ് ആക്കിയായിരുന്നോ? കംപ്ലീറ്റ് ആക്കിയവരെല്ലാം ഒന്ന് തമ്പ് കാണിച്ച് ഷോ യുവർ തമ്പ്. കംപ്ലീറ്റഡ് മെമ്പർ. ആരോൺ കംപ്ലീറ്റ് ആക്കിയില്ലേ? അജിസലെ നോട്ട്സ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല അല്ലേ? കംപ്ലീറ്റ് ആക്കി. ആണോ റിലു? പിന്നെ സൽന എലിസബത്ത് കംപ്ലീറ്റ് ആക്കിയായിരുന്നോ? കംപ്ലീറ്റ് ആക്കാത്തവരെല്ലാം ആക്കിയിരിക്കണം കേട്ടോ. ഒന്ന് അറ്റൻഡൻസ് എടുക്കട്ടെ, പോവരുതേ. അരുൺ, ആദിത്, അലൻ, ആരാധ്യ, പ്രതീഷ്, ജോൽ, ജോസഫ്, ജൂലിയറ്റ്, റിലു, എബേഡ്, ഏഞ്ചൽ റോസ്, ബെഞ്ചമിൻ. നെക്സ്റ്റ് ഫവേഴ്സ്, അജിസ്. ഓക്കെ, സി യു നെക്സ്റ്റ് ക്ലാസ്. എല്ലാവരും നോട്ട്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് വരണം കേട്ടോ. ഓക്കെ, ബൈ. 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 See you.